ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ 3 പേര് ഇരിക്കുന്ന കണ്ടാലും നിങ്ങൾക്ക് തമ്മിൽ കണ്ടാലും എല്ലാം മനസ്സിലാവും. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോർ അബൌട്ട് അസ്, കമന്റ് ബിലോ, ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവസമായി നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ഇട്ടിട്ടപ്പം ഒരു ദിവസം കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പറ To know more about us. അത് തന്നെ ഒരു സെഷൻ പോലെ. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ഒക്കെ ചെയ്യാം ഗൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആര്യ സജീവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആരാണെന്നാണ്. യൂട്യൂബിന്റെ കേസിലാണെങ്കിൽ അമ്മ നല്ല സപ്പോർട്ടാണ്, അനു അതിനൊപ്പം സപ്പോർട്ടാണ്. മടിയാണ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. ഈ ലോങ് വീഡിയോസ് ഒക്കെ അനുവിന് ചെയ്യാൻ ഭയങ്കര മടിയാട്ടാ. അച്ഛൻ അവിടുന്ന് സപ്പോർട്ടാണ്. നമുക്കിപ്പം യൂട്യൂബ് അല്ല വേറൊരു രീതിക്കാണെങ്കിൽ പോലും നമ്മളുടെ ഇഷ്ടങ്ങളും എല്ലാം നമുക്ക് എന്താ പറയുക ഫ്യൂച്ചറോ നമുക്ക് എന്തിനകത്തേക്കാണ് പോകാനുള്ളത്, എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്ന നമ്മുടെ പേരൻസ് തന്നെയാണ്. അതിപ്പോ ഏത് കേസിലാണെങ്കിലും നമുക്കിപ്പം നമ്മൾ പറയാതെ പോലും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും. നമ്മള് ജസ്റ്റ് ഇപ്പം കാഷ്വൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് അവരത് ശ്രദ്ധിച്ച് നമുക്കത് പിന്നീടാണെങ്കിലും അവർ ചെയ്തു തരും, നമ്മളത് അങ്ങോട്ട് ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും. സോ ആ കേസിലൊക്കെ ഇവരെ കൊടുക്കണം. ഇല്ല ഒരിക്കലും ഇല്ല. യൂട്യൂബിന്റെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ലിങ്ക് ഇട്ടേക്കുന്നത്. അങ്ങനെ അപ്പൊ അന്നാണ് ഞാൻ അറിയുന്നത് ഇവര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഗുരുവായൂർ വ്ളോഗായിരുന്നു ഫസ്റ്റ് വ്ളോഗ്. അപ്പം ഞാൻ ഗുരുവായൂർ പോയിട്ടില്ലായിരുന്നു, എനിക്കന്ന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ലിങ്ക് ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്ന്. അനു ഉണ്ടല്ലേ, അനു വീഡിയോ എടുക്കുമ്പോ അനുവിന്റെ ഇത് ഹലോ വീഡിയോ ഇപ്പൊ കണ്ടാലും പറയണം ഇതാണ് ഗൈസ് എന്റെ ചേച്ചി. അന്ന് ചേച്ചി എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടാകുന്ന വീഡിയോ കേട്ടോ. അപ്പൊ അനു ഹലോ. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. യൂട്യൂബിനെ കുറിച്ചാണെങ്കിലും അല്ലാതെ തന്നെ നമ്മുടെ ലൈഫിനെ കുറിച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ബിഗ്ഗസ്റ്റ് എന്ന് എടുത്ത് പറയാൻ പാരന്റ്സ് ആണ്. സോ ദാറ്റ് ഇസ് ആൻസർ ഫോർ അവർ ക്വസ്റ്റ്യൻ. ആതിര വി തമ്പി, ഇഫ് യു കുഡ് ട്രാവൽ എനിവെയർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ വേർ വുഡ് യു ഗോ? സോ ഇതിനുള്ള ആൻസർ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പാരീസിൽ പോകാൻ. പാരീസ് ഈഫിൽ ടവർ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ ഞാൻ അവിടെ ആയിരിക്കും. എല്ലായിടവും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു സ്പെസിഫിക് ആയിട്ട് എവിടെയെങ്കിലും തൽക്കാലം വേറെ ഒന്നുമില്ല. അതിന്റെ അച്ഛനുള്ളിടത്ത് പോകാനാണ് കൂടുതലും ആഗ്രഹം. തന്നെ ദുബായ് പോകണമെന്ന്. എനിക്ക് പറ്റിയ ദുബായിൽ ബുർജ് ഖലീഫ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് കുറെ സ്ഥലങ്ങളുണ്ടല്ലേ. പക്ഷെ എനിക്ക് എന്റെ ഇതിനകത്ത് മാൽദീവ്സ് കാണണമെന്ന് നടക്കുമെന്ന് അറിയത്തില്ല ഗൈസ്. ആതിര വി തമ്പി എന്റെ കൂടെ കോളേജ് പഠിക്കുന്ന കേട്ടോ. ഹെൽന എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീതു ആണ്. ആൻഡ് ഓൾസോ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ശ്രീതു, മിശ്രിയ, ഗൗരി, ഇവരൊക്കെ പേര് മാറ്റി വെക്കാൻ പറ്റാത്ത വിധം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഫ്രം മൈ ചൈൽഡ്ഹുഡ് ടിൽ നൗ എനിക്ക് എന്നെ ഇതുവരെ ഡംപ് ചെയ്യാതെ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. സോ ഐ കാൺട്ട് ഫർഗെറ്റ് ദം. ഇതുവരെ എന്നെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളൂ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാവുന്നതും തുറന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്നതും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കൂടെ. പിന്നെ എൻ്റെ മക്കളും ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. മക്കളല്ല, അനു. രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖ. ഞങ്ങൾ പണ്ട് ഒറീസയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-40 വർഷം പഴക്കമുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. ബൈ ദ വേ, അമ്മ ജനിച്ച് വളർന്നതെല്ലാം ഒറീസയിലാണ്. സോ അമ്മമ്മയുടെ മാരേജിന്റെ ടൈമിലാണ് അറൌണ്ട് 2000 അല്ലേ 2000-ലാണ് വരുന്നത്, കേരളയിൽ വന്ന് സെറ്റിൽ ആവുന്നത്. ഒറീസയിൽ നിന്നുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ് രേഖാൻഡി. രേഖാൻഡി ഇവിടെ തിരുവല്ലത്താണ്. നമ്മള് പോയി തിരുവല്ലയിലാണ് താമസിക്കുന്നത്. നമ്മള് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ 2 ഉള്ളു. അത് നിങ്ങൾക്ക് അറിയാം, യദു, നൂറ. അതെന്റെ +2 ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇപ്പൊ കോളേജിൽ ചേർന്നതിന് ശേഷം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാരും ഫ്രണ്ട്സ് ആണ്, എല്ലാരോടും ഞാൻ മിണ്ടാറൊക്കെ ഉണ്ട്. ഗൗരി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2024 മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗുഡ് ആൻഡ് എ ബാഡ് എക്സ്പീരിയൻസ്.
ഓക്കെ, ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് പറ്റിയത് ഞാൻ പറയാം. ഒരു ദിവസം ഒരാള് എന്നെ കൊണ്ട് കാർ ഇടിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ എന്റെ തലയിലേക്ക് അത് ചാർത്താൻ നോക്കി. അത് ധന്യേനെ ഞാനിങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അയാൾ നോക്കാതെ റിവേഴ്സ് എടുത്ത് ഞാൻ വണ്ടി തട്ടാറായപ്പോഴത്തേക്കും ഞാൻ ഹോൺ അടിച്ചിട്ട് ഞാൻ അയാൾക്ക് വഴി കൊടുത്തു. എന്നിട്ട് അയാൾ വണ്ടി തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നു ഇങ്ങനെ. എനിക്ക് തിരിച്ച് പറയാനുള്ള ഗ്യാപ്പ് വരുന്നത് ആ പുള്ളി വിട്ടങ്ങ് പോയി. അത് ദാറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. ഇങ്ങനെ കുറെ ഡ്രൈവിങ്ങിന്റെ സമയത്ത് എനിക്ക് കുറെ ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ഫോർ മീ. എന്റെ ബാഡ് ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ് പറയാം. ഗുഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ ഇത്രയും കുഞ്ഞു വയസ്സിൽ, അതായത് ഒരു 16 വയസ്സിലായ യൂട്യൂബ് തുടങ്ങിയത്. അപ്പം യൂട്യൂബ് തുടങ്ങിയത് ഞാൻ കുറെ, ഇപ്പൊ തന്നെ നമ്മള് 1 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മൾ യൂട്യൂബിൽ എഫേർട്ട് ഇട്ട് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. ഇനിയും നിങ്ങൾ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇവള് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ 17 വയസ്സിലേക്ക് നമ്മള് ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏണിങ് ഇത്ര കുഞ്ഞ ഏജിൽ തന്നെ ഏണിങ് ചെയ്ത് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം തന്നെയാണ് എനിക്ക്. അപ്പോൾ ആ ഒരു പൈസയൊക്കെ വെച്ചിട്ട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ +1+2 ടൈമില് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. +2 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മള് അടിച്ച് പിരിഞ്ഞ് എന്നെ കുറിച്ച് ആ ഒരു 12th ഫുൾ ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചറിന്റെ മുമ്പിലായാലും വേറെ ഡിവിഷൻസിലെ പിള്ളേരായാലും ഈ പറഞ്ഞ ഫ്രണ്ട്സ് തന്നെ ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു ഫ്രണ്ട്സും ചെയ്യരുത്, കൂടെ നിന്ന് ചതിക്കരുത്. ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ വിജയം, മക്കളുടെ സക്സസ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ബാഡ് എക്സ്പീരിയൻസ് എന്ന് നോക്കുവാണെങ്കിൽ എനിക്കങ്ങനെ വലിയ ഇതൊന്നും വന്നിട്ടില്ല. കാരണം എല്ലാവരുടെയും കൂടെ ഞാൻ നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു പിന്നെ നമുക്കിപ്പം കുറെ ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ടല്ലേ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആണെങ്കിലും കുറെ ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാര്യം അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മൾ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബാഡ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞത്. പറയുന്നവരും പറയും. മനുഷ്യരുടെ സ്വഭാവങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ അത് പറയും, നമ്മളത് മൈൻഡ് ചെയ്തിരുന്നു. യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. സോ നമ്മള് അന്നും ഇന്നും അത് കെയർ ചെയ്യാറില്ല. അതിപ്പോഴും കെയർ ചെയ്യത്തുമില്ല, ഇനി കെയർ ചെയ്യാൻ പോകുന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. സോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇപ്പൊ നമുക്ക് അവരുടെ വാ നമുക്ക് അടപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ വാ നമുക്ക് അടപ്പിക്കാൻ പറ്റത്തില്ല, റിലേറ്റീവ്സിന്റെ വാ നമുക്ക് അടപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം പറയട്ടെ, നമ്മള് നമ്മളുടെ അണ്ടർ ആർട്ടിക്കിൾ 19. പിന്നെ എനിക്ക് പറയാനുള്ള എന്റെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ഇപ്പൊ അമ്മയ്ക്കാണേലും അച്ഛനാണേലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് ഇൻകം വന്നു തുടങ്ങിയോ? യൂട്യൂബ് ഇൻകം വന്ന് തുടങ്ങിയിട്ടില്ല. ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻകമിന്റെ ഡോളർ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാജുവലി ഒരു ലെവൽ എത്തുമ്പോ നമ്മളത് ആ ടാർഗറ്റ് അച്ചീവ് ആവുമ്പോ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും റവന്യൂ കിട്ടുമ്പോ. എന്റെ അടുത്ത് ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട് യൂട്യൂബിന് റവന്യൂ തരണേ. വാട്ട് സ്പാർക്കിൾഡ് യുവർ പാഷൻ ഫോർ ക്രിയേറ്റിംഗ് കണ്ടന്റ്? ഗോപിക ലാൽകുമാർ. കണ്ടന്റ് ക്രിയേഷൻ അഞ്ചു ഞാൻ പറയാം. അഞ്ചു നമ്മളിപ്പോ കൊച്ചിലോട്ടാണേലും നമ്മളിപ്പം നമ്മള് പണ്ട് കുവൈറ്റിലൊക്കെ പോകുമ്പോ തന്നെ ആണെങ്കിലും അഞ്ചു അവിടെ വെച്ചിട്ടും ചുമ്മാ ഇങ്ങനെ കുറെ വ്ളോഗൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഇങ്ങനെ ഹായ് ഗായ്സ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ അങ്ങ് ഗ്രാജുവലി സ്റ്റോപ്പായി. പിന്നെയും ഇടയ്ക്ക് നമ്മള് വീഡിയോ എടുക്കത്തില്ല. പക്ഷെ നമ്മളിവിടെ ഇപ്പം എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും വരുവാണെങ്കിൽ മിറണെടുത്ത് ഹായ് ഗായ്സ് പുതിയ ലിപ്സ്റ്റിക് വന്നു, നമ്മുടെ റിവ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. പക്ഷെ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്നാണല്ലേ? അങ്ങനല്ല. നമ്മളന്ന് ഗുരുവായൂർ ചെന്നപ്പം നമ്മള് താമസിച്ചുകൊണ്ടിരുന്ന നമ്മള് കഴിഞ്ഞ വർഷം ഗുരുവായൂർ ചെന്നപ്പം അവിടുത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഗസ്റ്റ് ഹൗസ് ശ്രീവത്സം. അവിടെ നമ്മള് ഇങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പം ഫസ്റ്റ് വ്യൂ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം. ജസ്റ്റ് ഒരു റോഡിന്റെ വ്യത്യാസത്തിൽ അപ്പുറത്ത് ഗുരുവായൂർ അമ്പലം. അപ്പം അഞ്ചു എൻ്റെ അടുത്ത് ചോദിച്ചു
അമ്മ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ സോ അവർ ഫസ്റ്റ് ഇൻസ്പിറേഷൻ വാസ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ അവിടെ വെച്ച് തുടങ്ങി. പിന്നെ ഈ വർഷവും നമുക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം കിട്ടി. ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം അവിടെ ചെന്നിട്ട് വീഡിയോസ് എടുത്തു. ഇപ്പോഴും നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ബാക്ക് സ്റ്റാൻഡിങ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ എഫേർട്ടും പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയുണ്ട്. നോർമൽ ആസ്പിറന്റ് അനു ഇപ്പൊ എന്താണ് പഠിക്കുന്നത്? ഡിഗ്രിയാണോ? ഞാൻ ഡിഗ്രി അല്ല പഠിക്കുന്നത്, ഞാൻ 12th കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേറൊരു വ്ലോഗ് എടുക്കാല്ലേ. കാര്യം എന്ന് വെച്ചാൽ അത് നമുക്കിപ്പം ഒരു കാര്യത്തിൽ വർക്കിംഗ് ആണ് നമ്മൾ, അത് കംപ്ലീറ്റ് ആയി നമ്മളത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കും. അപ്പം അതിന്റെ ഒരു എന്താ പറയുക നമ്മളതിന്റെ ഇതിലാണ്, നമ്മൾ പ്രോസസ്സിംഗിലാണ് നടന്ന് അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമ്മളൊരു ഫുൾ വ്ലോഗ് ഇടാനുള്ള കണ്ടന്റ് ഉണ്ട്. നമ്മളത് ഇട്ടിരിക്കും. ഓക്കെ, ഡിഗ്രി അല്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഡിഗ്രിക്ക് പോകത്തില്ലെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് 10th ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞത്. എനിക്ക് ഡിഗ്രിക്ക് എന്ത് വേണാലും ഞാൻ പൊക്കോളാന്നും പറഞ്ഞു. Next question, Sridhu Srikanth. Do you miss your school life? If yes, share some happy memories with your best friend. സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ടൂറൊക്കെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ടൂർ പോയത് 10th ക്ലാസ്സിലാണ്, പിന്നെ ഞാൻ ടൂർ പോയിട്ടില്ല. അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈ ബെസ്റ്റ് സ്കൂൾ ലൈഫ് വാസ് വെൻ ഐ വാസ് ഇൻ അമൃതവിദ്യാലയത്തിൽ. അതപ്പം ഞാൻ നല്ല സ്കൂൾ ലൈഫായിരുന്നു. TKM ആയിരുന്നപ്പം സത്യം പറഞ്ഞാല് +1 ഇല്ലായിരുന്നു. 12th കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ ഇറ്റ് വാസ് ഫോർ 1 year, ഒരു വർഷത്തേക്ക് ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല ക്വാളിറ്റി ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ 10th അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ 10th കുറേയൊക്കെ സ്നേക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്നും ഇപ്പോഴും ഫിൽട്ടർ ചെയ്ത് നിൽക്കുന്ന ഒരു 3-4 പേരുണ്ട്. അവർ മാത്രം ഇപ്പോഴും എൻ്റെ കൂടെ അന്നും ഇന്നും ഉണ്ട്. 12th ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാം നല്ല ഫ്രണ്ട്സ് ആണ്. എല്ലാവരും ഇപ്പോഴും സ്റ്റിൽ ഇൻ കോണ്ടാക്ട് ആണ്. ഐ ലവ് ദം സോ മച്ച് എല്ലാവരെയും. കാര്യം 12th ഫ്രണ്ട്സ് ഒന്നും ഒരിക്കലും ഒരു പ്രശ്നങ്ങളോ ബാക്ക് സ്റ്റാബിങ്ങോ ഒന്നും നടന്നിട്ടില്ല. പിന്നെ അന്ന് സംസാരിക്കാത്ത 10th ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ സംസാരിക്കുന്ന ഒരു കണ്ടീഷനും വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മെമ്മറീസ് എന്ന് പറയാൻ സ്കൂൾ മെമ്മറീസിൽ പറയുമ്പം ഞാനായിരുന്നു സ്കൂളിലെ ഹെഡ് ഗേൾ, ഞാനായിരുന്നു. പിന്നെ ഈ കോമ്പയറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഞാൻ ആനുവൽ ഡേക്ക് കോമ്പയറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ സ്കൂൾ ടൂറ് എല്ലാം എനിക്ക് ഭയങ്കര, എൻ്റെ 10th ഭയങ്കര കിടിലായിരുന്നു. പിന്നെ 12th ഒരെണ്ണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ചേറിൻ്റെ മണ്ടയ്ക്ക് കയറിയും ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കാൻ നേരത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ തെള്ളിയിടാൻ പോകുന്നൊക്കെ അഭിനയിച്ചു. അപ്പോൾ അത് കണ്ട് ഞാൻ പേടിച്ചു, കൂവി. അങ്ങനെ മിസ്സുമാരെല്ലാവരും കൂടെ എന്നെ വന്നിട്ട് പൊരിച്ചു, അമ്പാടി മിസ്. പിന്നെ ഒരു സാറ് പൊരിച്ചു. അതാണ് 12th മെമ്മറി. സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. 10th ക്ലാസ് വരെ ഞാൻ ഓർക്കുന്നതേ ഇല്ല, അതെങ്ങനെയൊക്കെയോ കടന്നുപോയി. +1 +2 എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി, 2 കൂടുതലുണ്ട് കേട്ടോ. പക്ഷെ 10th ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 10th പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കൂടെ +2 സെയിം ക്ലാസ്സിൽ വേറെ ഒരു ഡിവിഷൻസിനകത്ത് റാബി, നിഷാന, ദേവി ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇപ്പൊ കോണ്ടാക്ട് ആയിട്ടുള്ള അവരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ സ്റ്റഡീസിൽ അവർ ബിസിയാണ്, ഞാൻ എൻ്റെ സ്റ്റഡീസിൽ ഞാൻ ബിസിയാണ്. അങ്ങനെ പക്ഷേ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലെന്നേ ഉള്ളൂ. അതായത് ഡെയിലി കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. ആ ഒരു ബോണ്ട് നമ്മളിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ നൂറയായിട്ടും എഴുതുമായിട്ടും ഞാനും അവരും, അതായത് +2 അവര് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയപ്പോൾ നമ്മൾ തമ്മിൽ ടൂർ ഒന്നും പോയിട്ടില്ല. കാരണം അന്ന് തന്നെ ഇവര് വിട്ടില്ല, അത് വേറെ കാര്യം. +1 ഇവര് ടൂർ തന്നെ വിട്ടില്ല. എന്താണ്ട് റീസൺ ഉണ്ടായോണ്ടാണ് ഞാൻ പോകാഞ്ഞത്. പക്ഷെ ആ ഒരു ടൂർ അനൗൺസ് ചെയ്തപ്പോൾ ഞാനാണ് ഫസ്റ്റ് പൈസ കൊണ്ട് കൊടുത്തത്. ഞാൻ ടൂർ പോയില്ല, അതുകൊണ്ട് എനിക്ക് റീഫണ്ട് കിട്ടി. അപ്പം അവരൊക്കെ ഒരുമിച്ച് ടൂർ, അവർക്ക് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഭയങ്കര കുഞ്ഞു മെമ്മറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ പറയാം. അതായത് ഒരു ദിവസം +2 ലാസ്റ്റ് ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും PT പീരീഡ് ഉണ്ടല്ലോ. PT പീരീഡ് ബോയ്സ് ഫുട്ബോൾ കളിക്കും, ഞങ്ങൾ ഗേൾസ് പോയി വരാന്തയിലൊക്കെ പോയി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം സംസാരിക്കുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും പാപ്പം കഴിക്കണ്ടേ നമുക്ക്. അപ്പം ഞാൻ ഇവിടുന്ന് പച്ചമാങ്ങ ഉണ്ടായിരുന്നു, ഞാൻ കുഞ്ഞു അരിഞ്ഞ് നൂറ് അവളുടെ വീട്ടിൽ നിന്ന് ഉപ്പും മുളകും ഒക്കെ മിക്സ് ആക്കിക്കൊണ്ട് വന്ന് ഞാൻ എൻ്റെ പോക്കറ്റിൽ പച്ചമാങ്ങ എടുത്ത് വെച്ച് ഞങ്ങൾ മുക്കിയൊക്കെ തിന്നിട്ടുണ്ട്. അതൊക്കെ നല്ല കിട്ടില്ല. പിന്നെ എനിക്കൊരു മെമ്മറി പറയാനുണ്ട്, അത് അമ്മയ്ക്ക് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള മെമ്മറിയാണ്. അത് എന്തുവാ, 10th ടൂർ ഞങ്ങൾ പോയത് ഊട്ടിയിലായിരുന്നു. അപ്പൊ അമ്മ അന്ന് ടീച്ചേഴ്സിന്റെ കൂടെ അമ്മ കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ അന്ന് നമ്മളത് പഠിപ്പിക്കുന്ന ടൈം.
അപ്പോഴത്തേക്കും അമ്മയുടെ എന്റെ ലഗേജ് ഒക്കെ താഴെ ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ച് എല്ലാവരുടെ ലഗേജ് ഒരുമിച്ചായിരുന്നു വെച്ചത്. അപ്പൊ എന്നിട്ട് നമ്മള് മുകളിൽ പിള്ളേരെല്ലാവരും കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് ടൈം ആയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം കൂടെ താഴെ വന്ന് ലഗേജ് എടുക്കാൻ താഴെ വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ ലഗേജ് അവിടെ കാണുന്നില്ല. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു, അമ്മ എടുത്താണോ എന്ന് വിചാരിച്ചു ഞാനങ്ങ് പോയി. ഞാൻ എന്റെ സാധനം എടുത്തോണ്ട് ഞാനങ്ങ് പോയി അവിടെ ബസ്സിന്റെ ബാക്കിൽ വെച്ച് ഞാൻ കയറിയിരുന്നു. പിന്നെ ഞാൻ അമ്മയുടെ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അപ്പം അമ്മ ചെന്ന് നോക്കിയപ്പോ എന്തോ അവിടെ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ നോക്കിയില്ല, ഞാൻ കുട്ടികളെല്ലാം പിള്ളേരെ കയറുന്ന തിരക്കില് അമ്മ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഊട്ടി നെക്സ്റ്റ് ഡേ രാവിലെ ഊട്ടി ചെന്നിട്ട് ഞാൻ എന്റെ ലഗേജ് എടുത്തോണ്ട് ഞാൻ റൂമിൽ പോയി ശ്രീതുവും പിന്നെ പല ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അമ്മയുടെ ഫോൺ ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോഴത്തേക്കും അമ്മ ഉണ്ടോ, അമ്മയുടെ ഫോണിൽ ഞാൻ ശ്രീതുക്ക് തകർത്ത് സെൽഫി എടുത്തോണ്ടിരിക്കുക റൂമിൽ ചെന്നിട്ട്. അപ്പോഴാണ് അമ്മ എന്നിട്ട് ഓരോ ബാഗും ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ ബാഗ് എടുക്കുന്നു. തപ്പിക്കൊണ്ടിരിക്കുക. അവിടെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു നീ എടുത്തോണ്ട് റൂമിൽ പോയെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് റൂമിലോട്ട് വന്നേ. റൂമിൽ ഇങ്ങനെ നോക്കിയപ്പോ അമ്മ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നു. എന്തിന്റെ ബാഗ്? അപ്പോഴും നമ്മൾ അറിയുന്നില്ല അത് സ്കൂളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഭാഗ്യത്തിന് അമ്മയുടെ ഞാൻ പറഞ്ഞ അമ്മയുടെ ഒരു ചുരിദാർ എന്റെ ബാഗിലോട്ട് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. 3 ദിവസത്തെ ടൂർ 3 ദിവസത്തെ ടൂറിന് മാറി ഉപയോഗിക്കാൻ വേണ്ടിട്ട് 2 എണ്ണോ ഒരു പേരോ 2 പേരുണ്ടായിരുന്നു. അത് ഞാൻ അമ്മയുടെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞോ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വാങ്ങിച്ചു വെച്ചോണ്ട് അമ്മ അത് രക്ഷ ബാഗില് വെച്ച്. എന്നിട്ട് അപ്പോഴത്തേക്കും പിന്നെ നമ്മള് സ്കൂളിൽ കോണ്ടാക്ട് ചെയ്തപ്പോ അത് ആ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. സ്നേഹ പിന്നെ അത് കൊണ്ടുപോയി ലൈബ്രറി കൊണ്ടുപോയി. അത് പക്ഷെ കിടില മെമ്മറി ആയിരുന്നു. എന്നിട്ട് എന്നെ പൊരിച്ച് എല്ലാരും പൊരിച്ച്. അന്ന് അമ്മ റൂമിൽ വെച്ചെന്നെ പൊരിച്ച്, ഞാൻ താഴെ എന്നിട്ട് കുളിച്ചു, താഴെ മായമിസിനെ പൊരിച്ചെന്നെ കരിച്ച്, ഞാൻ അവസാനം കരഞ്ഞ് ഏതൊരു ലേക്കിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലക്ഷ്മി മിസ് എന്നെ കരിച്ച് കരയിച്ച് അങ്ങനെ മൊത്തം അന്നത്തെ ദിവസം ഞാൻ മൊത്തം കരച്ചില്ല. പിന്നെ ദിവസം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അതിനെക്കാളും കോമഡി എന്താ വെച്ചാൽ വൈകിട്ട് ഊട്ടിയിൽ എന്തൊക്കെയൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാം ബസ്സിലിരിക്കുക കുറച്ച്. അപ്പൊ അമ്മയും പിന്നെ ചന്ദൻ എന്ന് പറഞ്ഞൊരു കുട്ടിയും പിന്നെ വേറെ 2 ഷോപ്പിങ്ങിന് പോയതാ. ആ ചന്ദന്റെ പേരൻസ് എന്തോ വാങ്ങിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ എനിക്ക് മേടിക്കാനാ. അമ്മയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് കുറച്ച് കഴിയപ്പോ അമ്മ ഇങ്ങനെ നമ്മുടെ വൈറ്റ് പാന്റ് ആയിരുന്നു, വൈറ്റ് പാന്റിൽ നിറച്ച് ചെളി. നോക്കിയപ്പോ എന്താ അവിടെ കുഴി ചെന്ന് വീടിക്കാം. അതെ അത് വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വലിയ ഒരു ബസ് ഭയങ്കര സ്പീഡിൽ വരുന്നു. അതിന്റെ ലൈറ്റ് എല്ലാം കൂടെ എന്നെ കണ്ടു. അപ്പൊ ഞാൻ സൈഡ് കുഴിയിലോട്ടാ ഓടയില് പാവൻ ചന്ദനും മായാമിസും എല്ലാവരും എടുത്ത് പിന്നെ ഒരു കാലം മാത്രമേ വീണുള്ളൂ. പിന്നെ അത് ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അമ്മ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് കാല് തുടങ്ങുമായിരുന്നു മ്യൂസിക്കിന്റെ ബീറ്റ്. പിന്നെ വേറൊരു മെമ്മറി ടൂറിൽ പോകുമ്പോൾ ഒരെണ്ണം കൂടെ പറയാനുണ്ട്. അഞ്ചിനറിയാതെ ഒരു ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക ഊട്ടിയിൽ. അപ്പഴത്തേക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചിന്റെ കോള് വിളിച്ച് എവിടാന്നൊക്കെ ചോദിക്കാം. ഇവിടെ കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മ എന്തിയാ അമ്മയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ അഞ്ചു കാണിച്ചു സീറ്റിന്റെ മുകളിലുള്ള കമ്പി. അമ്മ ഈ സീറ്റിൽ ഇരിക്കുന്നു, ഇവിടെ നമുക്കൊരു കമ്പി ഉണ്ട്. ഓക്കെ അഞ്ചു സ്റ്റാർട്ട്. ആരും എനിക്ക് പറഞ്ഞു കേട്ടോ. അമ്മ ഇങ്ങനെ ഉറങ്ങിയതാ, ഇങ്ങനെ കമ്പിയുടെ മുകളിൽ കൂടെ കൈ വെച്ചിട്ടുണ്ട്. അമ്മ വിളിക്കുക, അമ്മ ഇരുന്ന് ഉറങ്ങുമ്പോ അമ്മയ്ക്ക് പോകുന്ന സാരമില്ല. അമ്മയെ വിളിച്ചിട്ടാണെങ്കിൽ അമ്മയ്ക്ക് അതില്ലേ. അന്നിപ്പോ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ അമ്മയുടെ സ്വെറ്ററും ബെഡ്ഷീറ്റും എല്ലാം മറ്റേ ബാഗിലായിരുന്നു. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. അമ്മ ഇങ്ങനെ ഉണ്ട് വെച്ചമ്മ. അല്ല ഞാനിങ്ങനെ കിടന്ന് കിടക്കുമില്ലായിരുന്നു, ഇങ്ങനെ കിടക്കുമായിരുന്നു. 2 കൈ ഇങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ബാക്കി അച്ഛൻ നിങ്ങൾക്ക് തന്നോളൂ. അമ്മയുടെ സ്കൂൾ ലൈഫ്. എൻ്റെ സ്കൂളിങ് എല്ലാം ഒറീസ റൗർക്കല എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലായിരുന്നു. സ്കൂൾ സെൻറ്റ് ഗ്രിഗോറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ആൻഡ് ഡിഗ്രി 2 റൗർക്കല മുനിസിപ്പൽ കോളേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് PG ചെയ്തതും
സമ്പൽപൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പം PG കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ, പപ്പയ്ക്ക് സുഖമില്ലായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഒരു റിട്ടയർ ആവുന്നതിന് മുമ്പേ തന്നെ പപ്പ ജൂണിലായിരുന്നു റിട്ടയർ ആയത്, മമ്മി മാർച്ചിൽ റിട്ടയർ ആയിരുന്നു. മാർച്ച് കഴിഞ്ഞിട്ട് ഇനി പോയിരുന്നു. അപ്പോൾ PG കഴിഞ്ഞതിന് ശേഷം എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മാം എന്നെ വിളിച്ച്, അങ്ങനെ ഞാൻ അവിടുത്തെ സ്കൂളിൽ ഒരു ഇയർ വർക്ക് ചെയ്തിട്ടാണ് നാട്ടിലോട്ട് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG ലൈഫ് നല്ല അടിപൊളിയായിരുന്നു. കാര്യം എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അഞ്ജലി. എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പം എൻട്രൻസ് എക്സാമിന് എനിക്കും അവൾക്കും കൂടെ ആണ് മെറിറ്റിൽ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു റൂം ഷെയർ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ സമ്പൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ അവിടുന്ന് 5 hours ഡിസ്റ്റൻസ് ആയിരുന്നു ബസ്സിൽ. അപ്പോൾ അവിടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, എന്നാൽ പോലും നമുക്ക് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ, അത് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടിയ വലിയൊരു ഫ്രീഡം ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊന്നും വീട്ടിൽ നിന്നൊന്നും എങ്ങും വിടത്തെ. എൻ്റെ ലൈഫിൽ ഇതുവരെയും ഒരു ടൂറിനോ പിക്നിക്കിനോ ഒന്നും വിട്ടിട്ടില്ലായിരുന്നു. ഡിഗ്രി വരെ എന്നെ വിട്ടിട്ടില്ലായിരുന്നു. അപ്പം PG സമയത്ത് ഇതുപോലെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പപ്പയെ ഒരുപാട് എന്താണ് പറയുന്നത്, ഫോൺ ചെയ്ത് പപ്പ പ്ലീസ് ഒന്ന് വിട് ഞങ്ങൾക്ക് മാർക്കുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടും പപ്പ ഫ്രണ്ട് അഞ്ജലി അവള് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവള് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ ഒരു ടൂറിന് വിട്ട്. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ടൂറിന് പോകുന്നത്. ആ ഒരു കുറവ് എൻ്റെ മക്കൾക്ക് ഞാൻ അല്ല, ആ ഒരു കുറവ് അങ്ങനെ ടൂറിന് പോകാതിരിക്കാൻ ഞാൻ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. ഞാൻ പോകുന്ന ടൂറിലെല്ലാം അവരെ കൂടെ വിടുന്നുണ്ടായിരുന്നു. സ്കൂൾ ടൂറിനെല്ലാം ഞാൻ പോകുന്നിടത്തെല്ലാം അവരെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ടൂർ അനൗൺസ് സ്കൂളിൽ അമ്മ ഉള്ള ടൈമിൽ ടൂർ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എണീക്കത്തില്ലായിരുന്നു. കാരണം അമ്മയുടെ പെർമിഷൻ ഇല്ല, നമ്മൾ എണീറ്റിട്ട് കാര്യമില്ല. ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. അതൊരു നല്ലൊരു ലൈഫായിരുന്നു ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് പിന്നെ B.Ed ഒക്കെ ചെയ്യുന്നതും പിന്നെ അമൃതയിൽ കയറുന്നതും. 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടക്കുന്നതും. അത് കഴിഞ്ഞിട്ടാണ് അമൃതയിൽ കയറി ചെയ്യുന്നത്. അടുത്തത് പവിജ B. നായർ ആണ്. ഹാവ് യു എവർ ട്രൈ ടു ഇംപ്രസ് സംവൺ ആൻഡ് ഇറ്റ് വെന്റ് ടെറിബ്ലി റോങ്? നോ, നോട്ട് അറ്റ് ഓൾ. ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പവിജ എന്ന് പറയുമ്പോ എന്റെ സീനിയറാ. പവിജ പറഞ്ഞ് എന്നെ കുറിച്ച് പൊക്കിയൊക്കെ പറയണേ ഇതൊക്കെ പറഞ്ഞു. പാവവാ ഗൈസ് പവിജ. 2nd ഇയറിലാ പഠിക്കുന്ന കേട്ടോ. പാവവാ. ഇനി പറഞ്ഞില്ലെന്ന് പറയരുത്. നമ്മൾ അന്ന് എന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ ഡെയിലി കോളേജിൽ പോകുന്നുണ്ട്, ഡെയിലി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഭയങ്കര കമ്പനിയാണ്. നമുക്ക് അന്ന് ജ്യൂസ് തന്നെ കുട്ടിയല്ലേ, അത് നല്ല പവിജയും തന്ന് ഗാഥ. Okay, next question. What about yourself and what you want to become? About myself, my ambition is to become a doctor. അടുത്തത് സന്തോഷ് ലക്ഷ്മിയാണ്. Who has been the biggest inspiration in your life? My biggest inspiration is my father. അമ്മ എപ്പോഴും പറയാറുള്ളതാണ്. ഡോർ തുറന്നു വരുന്നു. Okay, ചുച്ചു പോയി guys. So biggest inspiration അമ്മയുടെ ഫാദർ ആണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ കുറെ ഈ ഫിറ്റ്നസ് ഫ്രീക്സിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാട്ടൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നത്, നല്ല ഗായികയാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പാട്ടിന്റെ ഭയങ്കര മടിച്ചിയാണ്. പാട്ടും ഡാൻസും എല്ലാം പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ഈ 2 സൈഡിലും ഇരിക്കുന്നത്. പക്ഷെ 2 പേരും ഒന്നും ചെയ്യാറില്ല. Okay, next question. What's the most important thing that you have to do in your life and why? എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ജോബ് സെക്യൂർ ആവണം, എബ്രോഡ് പോയി സെറ്റിൽഡ് ആവണം എന്നെ ഭയങ്കര വലിയ ആഗ്രഹമാണ്. അതിൽ സെറ്റിൽഡ് ആവണം അവിടെ എൻ്റെ ഫാമിലി ഇവരൊക്കെ ഇവിടെ കിടന്നോട്ടെ. ഇത് ചോദിച്ചിരിക്കുന്നത് തസ്നിയ നിസ ഗൈസ്. എൻ്റെ ഇവിടെ എന്ത് വിളിച്ച തസ്നിയാണ്. അവള് ഇതുപോലെ പറഞ്ഞേടി എന്റെ ക്വസ്റ്റ്യൻ എഴുത്ത് പറയണേ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇൻ യുവർ ലൈഫ് ആൻഡ് വൈ എന്ന് വെച്ചാൽ
എനിക്ക് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അതായത് നമുക്ക് പൈസ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലേ ലൈഫിൽ, എന്തെങ്കിലുമൊക്കെ അതൊക്കെ വെച്ചിട്ട് ഇവളൊരു ആക്കി ചിരി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് സെൽഫ് ഗിഫ്റ്റിംഗ് ചെയ്തു. അതായത് ഞാൻ തന്നെ ഏൺ ചെയ്ത മണിയില് എനിക്കതൊക്കെ ഭയങ്കര ക്രെഡിറ്റാ. ആ മൂക്കുത്തി ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത്. പിന്നെ 20 പേർക്ക് ഞാൻ ഫുഡ് വാങ്ങി കൊടുത്തു. അത് 20 എന്ന് പറയുമ്പോൾ എനിക്കത് കൂടുതൽ ആൾക്കാർക്ക് ഇനി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ബഡ്ജറ്റിൽ 20 പേർക്കുള്ളതേ തികയത്തുള്ളായിരുന്നു. അപ്പൊ അതുപോലെ നല്ല ആഗ്രഹങ്ങളുണ്ട്. ഇനി അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് സ്കൂട്ടർ വാങ്ങണം എന്നാണ് സുഹൃത്തുക്കളെ. നടക്കൂ ഇതറിയത്തില്ല, പക്ഷെ ഞാൻ പൈസ ഇങ്ങനെ സ്വരിക്കുട്ടിയൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ആയി ആരുടെയിലൊക്കെ കേസ് കിട്ടുകയാണെങ്കിൽ വാദിച്ച് ജയിച്ച് സക്സസ്. ആദ്യ വിഘ്നേഷ്, ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു പയ്യന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? അത് ആദ്യ വിഘ്നേഷിന്റെ എന്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. അവൻ തന്നെയാണ് വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത്. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേന്റെ അന്ന്. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ആദി വിഘ്നേഷ്. ന്യൂ സബ്സ്ക്രൈബർ, വീഡിയോസ് ഒക്കെ നൈസ് ആണ്, കീപ് ഇറ്റ് അപ്പ്. സ്റ്റോറീസ് ബൈ ആകാശ് 549 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ്. താങ്ക് യു. അക്കൗണ്ടിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആലിയ നജീബ്. ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട്സ്? അത് ആലിയ തന്നെ. അത് ആലിയ തന്നെ കേട്ടോ കമന്റ് ഇട്ടേക്കുന്നത്. ആലിയയും ജസ്നയും. അതായത് നമ്മളെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഫസ്റ്റ് ചെന്നപ്പോ തന്നെ പരിചയപ്പെട്ട 2 പിള്ളേരാണ് ആലിയയും ജസ്നയും. അപ്പോ ഇവര് മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേന്ന് കോളേജിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നെ കുത്തിക്കൊല്ലും. അതുകൊണ്ട് പിന്നെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലായിടത്തും പോയി മിണ്ടാറുണ്ട്. ഫസ്റ്റ് കിട്ടിയത് ആലിയയും ജസ്നയും. എനിക്ക് ഇപ്പോഴും പറയാം, UKG-യില് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഫ്രണ്ട് ആയിരുന്നു ശ്രീധു. എനിക്ക് ശ്രീധുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എന്ത് രസമാ കൊച്ചിനെ കാണാൻ, ഭയങ്കര ക്യൂട്ടായിരുന്നു. മുടിയൊക്കെ ഇവിടെ വരട്ടെ. എപ്പോഴും ക്യൂട്ടാണ്. ഞാന് PCM എക്സാമിനേഷന് ശ്രീധുവിന്റെ അടുത്ത് എനിക്ക് നമ്മള് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കുമല്ലോ അവര്, ഹോൾ ടിക്കറ്റ് നമ്പറിന്റെ ഒക്കെ ഓർഡറിലായിരിക്കും അവര് അറേഞ്ച് ചെയ്ത് ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. എനിക്ക് ശ്രീധുവിന്റെ അടുത്തിരിക്കണം ഞാൻ പറഞ്ഞു, ഭയങ്കര വഴക്കും ബഹളമായിരുന്നു. അവസാനം അമ്മയൊക്കെ അവര് വിളിച്ചു വരുത്തി. PCM എക്സാമിനേഷൻ, ICC എക്സാമിനേഷൻ എന്തിനും എനിക്ക് ക്രയോൺസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ശ്രീധുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പക്ഷെ ശ്രീധുവിനെ ഞാൻ ഒരു വട്ടം പേടിപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുണ്ട്. UKG-യില് അത്രയ്ക്ക് മിടുക്കിയാണ്. ശ്രീധുവിന് പനി വന്ന ഹോസ്പിറ്റലായി അവള്. പക്ഷെ ശ്രീധുവിന്റെ അമ്മ ഒരു പാവ ആന്റി ആയതുകൊണ്ട് അന്ന് കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. വിച്ച് ഇസ് എ മെമ്മറബിൾ ഡേ? കുട്ടച്ചേച്ചി, മെമ്മറബിൾ ഡേ എന്ന് പറയാൻ എന്റെ 10th റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അതെന്ന് വെച്ചാൽ എനിക്ക് എന്തോ എന്റെ മൈൻഡില് 86 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു. എനിക്ക് അറിയത്തില്ല എന്താ, എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തേക്കും ഇങ്ങനെ ബാക്കിയുള്ളവരുടെ പേരൻസ് ഒക്കെ അമ്മയെ വിളിച്ചിട്ട് പറയുന്ന, മോൻ ഇത്രയും മാർക്കുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് ഭയങ്കര കുറവായിരുന്നു. അപ്പോഴത്തേക്ക് എസ്പെഷ്യലി അമ്മയും കൂടെ അവിടെ പഠിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇത്ര കുറവ് മാർക്ക് മേടിച്ചത് അത് അമ്മയ്ക്കും കൂടെ ഒരു ഇതാണ്, ഷെയിമാണ്. അപ്പം അല്ല, നമ്മള് വീട്ടിലായിരുന്നു അന്നേരം. അന്ന് അച്ഛനും ഉണ്ടായിരുന്നു അല്ലേ? അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന സമയത്ത് പെട്ടെന്ന് ആശാപ്രസാദ് മിസ്സിനെ വിളിച്ച് എന്റെ റിസൾട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷിച്ച ആ ഒരു സന്തോഷം ഞാൻ ഇപ്പോഴും ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്. ഗൈസ്, എന്റെ മെമ്മറബിൾ ഡേ എന്ന് പറയുമ്പോൾ എന്റെ ബർത്ത്ഡേ 18th ബർത്ത്ഡേ. വേറെ ഒരു ബർത്ത്ഡേ അല്ല, 18th ബർത്ത്ഡേ. സ്റ്റോറീസ് ബൈ ആകാശ്. നേരത്തെ പറഞ്ഞ അക്കൗണ്ട് തന്നെ. നെക്സ്റ്റ് വീഡിയോ എപ്പോൾ? വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ്? നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ മേ ബി ഈ വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ആക്കുന്നത്. അത് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് സമയം എനിക്ക് തോന്നുന്നു ഒരു തിങ്കളാഴ്ച മേ ബി ഞാൻ ഇടും. വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ്? അഞ്ജു ഇപ്പം LLBക്ക് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഞാൻ 12th കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞിപ്പം പ്രോസസ്സിങ്ങിലാണ്. ഫൈനലൈസ് ആകുമ്പോൾ അറിയിക്കും. കോളേജ് ലൈഫ് എങ്ങനെയുണ്ട് ഗൗരി ശങ്കർ? അത് അഞ്ജു പറയേണ്ടതാ. അഞ്ജുവിന്റെ സീനിയർ അല്ലേ? എന്റെ 5th ഇയറിൽ പഠിക്കുന്ന ഒരു ചേട്ടനാണ്. അത് കുഴപ്പമില്ല ഗൈസ്, നമ്മളിപ്പോ കേറിയതല്ലേ ഉള്ളത്. അതായത് എന്റെ ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസം പോലും ആയില്ല. കോളേജ് ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ബസ് കയറി പോവുക. അവിടെ എനിക്കുണ്ടല്ലോ, നമ്മള് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് കോളേജിൽ അങ്ങോട്ട് തിരിഞ്ഞ് ആ ഫസ്റ്റ് കാലങ്ങോട്ട് എടുത്ത് വെക്കുമ്പോ ഒരു തണുത്ത കാറ്റടിക്കും. അങ്ങനല്ല, ഞാൻ
സീരിയസ്ലി അല്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോ ദൂരെ കോടയൊക്കെ കാണാൻ പറ്റും. ഓവറല്ലേ? അല്ല, അവൾ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞതാ കോട കാണാൻ പറ്റുമെന്ന്. കോട കാണാൻ പറ്റും. അതുപോലെ നമ്മള് ഉച്ചയ്ക്ക് ഇറങ്ങിയാലും ക്യാൻറ്റീനില് ബ്രേക്കിന് ഇറങ്ങിയാൽ നല്ല കാറ്റൊക്കെ ആയിട്ടാ പുറത്ത് നല്ല രസം. അതുപോലെ തന്നെ കുഞ്ഞു കോളേജ് ആണെങ്കിലും ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയാം, കോളേജ് വ്ളോഗ്സ് ഒക്കെ ഇനി അപ്ലോഡ് ആക്കാൻ. ഇനിയിപ്പം ഉടനെ നമുക്ക് ഫ്രഷേഴ്സ് ഡേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, December 3 അതിന്റെ വ്ളോഗ് വരുന്നതായിരിക്കും. SNS ഫാൻ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നൊരു അക്കൗണ്ട് ആണ്. ഡു യു നോ വർക്കല and have any വർക്കല കപ്പിൾ ഫ്രണ്ട്സ്? വർക്കല ഒബ്വിയസ്ലി അറിയാം. ഇവിടുന്ന് ഒരു 45 minutes ഡ്രൈവേ ഉള്ളൂ. നമ്മുടെ അച്ഛനുമായിട്ട് ലാസ്റ്റ് ഇയർ ആണ് ആദ്യമായിട്ട് പോകുന്നത്. അച്ഛനും ഞാനും അമ്മ അഞ്ജു ശ്രീതു ഒക്കെ ഞങ്ങൾ ഇത്രയും പേരും കൂടെ വർക്കല കാപ്പിൽ താന്നി അങ്ങനെ കണക്ട് ചെയ്ത് വന്നായിരുന്നു. വർക്കല ക്ലിഫ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവൽ വൈബാണ്. പക്ഷെ അന്ന് ഞങ്ങൾ പോയ സമയത്ത് ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് ഇവരാരും ക്ലിഫ് കയറിയില്ല. ഞാനും ശ്രീക്കും ക്ലിഫ് കയറിയിട്ട് തിരിച്ചു വന്നു. ഗേൾസ് സ്റ്റേക്കേഷൻ വർക്കലയിൽ 1 day പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് കുറച്ചുകൂടെ ഒക്കെ വലുതാവുമ്പോഴും കുറച്ച് ഇൻകം ഒക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും പോകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടെ അഞ്ചു വേണം. ഇല്ല, ഗേൾസ് സ്റ്റേക്കേഷൻ ആണ്. എന്റെയും ശ്രീതുവിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണിത്. വർക്കല കപ്പിൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വർക്കലയിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഉണ്ട് നമുക്ക് വർക്കലയില്. എനിക്ക് നൂറാടെ ഉമ്മാടെ വീട് വർക്കലയാണ്. ഒപ്പീനിയൻ അബൌട്ട് ഒരു കോളേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. പിന്നെ നെക്സ്റ്റ് അമൃത 31. വാട്ട് ഇസ് ദ വിയർഡസ്റ്റ് തിങ് യു ഹാവ് എവർ ഡൺ? ഞാൻ റോ ആയിട്ട് എഗ് കുടിച്ചിട്ടുണ്ട്. അമ്മയും ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് വിയേർഡ് എന്ന് പറയുമ്പോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നില്ല ഒന്നും. ഞാൻ പല്ലി വെക്കാതൊക്കെ ഫുഡ് തിന്നുമായിരുന്നു പണ്ട്. അത് ഇവൾക്കൊരു കണ്ടുപിടിച്ച സ്വഭാവം. അത് അതിനെ ആള് കുഞ്ഞിലൊക്കെ ടൈമില് നമ്മള് തിരുപ്പതിയിൽ പോയപ്പോ അന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കണ്ടേ, അപ്പം ബണ്ണില്ലേ, നോർമൽ ബണ്ണ്, അത് പല്ല് വെക്കുന്നതിന് മുന്നേ അടുത്തങ്ങ് തിന്നിട്ടുണ്ട്. അത് ഇവളെ തീറ്റിപ്പിച്ചതാണ്. ദേവിശ്രീ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ വൈബാണ്, നമ്മളോട് ഒത്ത് പോകുന്ന. അതായത് എന്റെ ക്ലാസ്സിൽ 2 ആന്റിമാരുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. 2 ചേട്ടന്മാരേ ഉള്ളു. ചേട്ടന്മാരാണെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മളൊരു പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. ഞാനൊക്കെയാണ് പുറത്തു പോയ ഇൻട്രോവേർട്ടാണ്. ഞാൻ ക്ലാസ്സിൽ വന്നാലും അടുത്ത് സംസാരിക്കുന്നവരുണ്ട് ഇല്ലായിരുന്നു. അനൂസ് 10th സ്കോർ. എന്റെ 10th സ്കോർ പറഞ്ഞു 93% ആയിരുന്നു. ഇതിലേക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയതിന് കാര്യം എനിക്ക് എന്റെ മാത്സ് എക്സാമിനൊക്കെ തന്നെയാണെങ്കിലും ഓൾറെഡി മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് ഞാൻ ഭയങ്കര വീക്കായിരുന്നു. ഇപ്പം ഞാൻ മാത്സിൽ അത്യാവശ്യം നല്ലപോലെയാണ്. പക്ഷെ ഇപ്പോഴത്തേക്ക് ആ സമയത്ത് എനിക്ക് വീക്കായിരുന്ന സമയത്ത് എനിക്ക് എന്നെ കുറച്ച് എഴുതാൻ സമ്മതിച്ചില്ല. ഭയങ്കരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പറ എന്റെ ഫ്രണ്ടിലിരുന്ന പിള്ളേരും. എനിക്കിപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം those people are not in my life right now, so that's it. നമ്മളെ ഒരു മോർ അബൌട്ട് us ക്വസ്റ്റ്യൻ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സെഷൻ ആയിരുന്നു. അത് മറ്റേ ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോ ചിരിച്ചിട്ട് ഉപ്പാട് അത് അമ്മ തോട്ടി കിടന്നു. അത് എപ്പോഴും അങ്ങനെ ഞങ്ങൾക്ക് അമ്മയെ പക്ഷെ അമ്മ മനസ്സിലാക്കുന്നില്ല. അമ്മ നമുക്ക് ഇത്രയും എന്താ ഫ്രീഡത്തോടെ കളിയാക്കാൻ പറ്റുന്ന വേറെ ആരുണ്ട്? അമ്മയല്ല. അച്ഛനെയും പറഞ്ഞാൽ ചിലപ്പോ അച്ഛൻ ഒഫൻഡഡ് ആവും. അപ്പോഴത്തേക്ക് നമുക്കത് പറയാൻ പറ്റില്ല. അമ്മയാണെങ്കിൽ പിന്നെ ചിലപ്പോ ഒഫൻഡഡ് ആയിട്ട് അച്ഛനോട് പറഞ്ഞു കൊടുക്കാതെ വേറൊരു കാര്യം. എന്നിട്ട് അച്ഛൻ്റെ ആയിരിക്കും ഏതെങ്കിലും ഒരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും അമ്മയ്ക്ക് പറ്റുന്നത് എന്താന്ന് വെച്ചാൽ സ്ലിപ്പ് ഓഫ് ടങ് പറ്റും. എന്തേലും അമ്മയ്ക്ക് അതൊരു ഇതാണ്. ഞങ്ങളത് എപ്പോഴും അത് ഓർത്ത് വെച്ച് ഞങ്ങള് കളിയാക്കും. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ഫ്രീഡത്തോടെ കളിയാക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ ആരെങ്കിലും കളിയാക്കാൻ ഇവിടെ പെട്ടെന്ന് ഓഫൻഡഡ് ആവുന്നേ സെന്റിമെന്റൽ. പക്ഷെ ഞാൻ അങ്ങനല്ല. സ്വഭാവം ഞാനെല്ലാം ഈസി ആയിട്ട് എടുക്കും. For more videos, stay tuned and keep supporting. അപ്പൊ ഇൻകമിന്റെ കാര്യമൊക്കെ ചോദിച്ചല്ലോ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പോഴത്തേക്ക് ഇൻകം കൂടണമെങ്കിൽ നിങ്ങളുടെ കൂടെ വിചാരിക്കണം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക. ഈ വീഡിയോ തന്നെ കണ്ടാൽ മതി, ഫുള്ള് സിരിയും കളിയായിരിക്കും. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ട് എനിക്ക് ഡിലേ, കാരണം എനിക്ക് ടൈം കിട്ടാറില്ല വീഡിയോ എടുക്കാൻ. അത് തന്നെ കോളേജിലെ
കുറച്ച് പരിപാടീസ് ഒക്കെ പിന്നെ എനിക്ക് എന്റെ കാര്യത്തിൽ കുറച്ച് തിരക്കാണ്, അമ്മയ്ക്ക് അമ്മയുടെ കാര്യത്തിൽ കുറച്ച് തിരക്കാണ്. സോ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഒരു ജിം ഡേ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറെ മടിയുണ്ട്. മടിയുണ്ട്, എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ രാവിലേക്ക് എണീക്കും, പിന്നെയും എനിക്ക് എന്തോ ഭയങ്കര മടിയാണ്. ജോലി ഇല്ലാത്തോണ്ട് കിടക്കുന്നു ഉറങ്ങും. അതെ, ചിരി അങ്ങ് മായിഞ്ഞ്. ഈ കോളേജ് നോട്ട് അതൊക്കെ എഴുതാനുള്ള കുഞ്ഞു കുഞ്ഞു സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഈ ഷോർട്സ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കോളേജിൽ ഇരുന്നിട്ടാണ് ഞാൻ രാവിലെയൊക്കെ ഷോർട്സ് ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അത്രയും ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്. സോ നിങ്ങളും അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയാലേ നമുക്ക് റവന്യൂക്കെ കിട്ടി തുടങ്ങത്തുള്ളൂ സുഹൃത്തുക്കളെ. അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കുറച്ചും കൂടെ ഒക്കെ ഉള്ളൂ. സോ സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.